മോൾ ഇന്നലെ വന്നപ്പോൾ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചത് പറഞ്ഞ് അമ്മയ്ക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ല, സാറിങ്ങനെ മേടിച്ചു 4:30ക്കാണ് തന്നത്, പിന്നെ ടൈമില്ലല്ലോ പറഞ്ഞിട്ട് കുട്ടി കരയുക. ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെ നിന്ന് കരഞ്ഞിട്ട് സഹിക്കാൻ കണ്ടില്ല. അവൾ എന്നും A+ ആയി അല്ല ഫുള്ള് സിമ്പിളാണെന്ന് പറഞ്ഞ കുട്ടി രാത്രി ഇരുന്ന് പഠിക്കൽ തുടങ്ങിയാൽ 12-1 മണി വരെ ഇരുന്ന് പഠിക്കും. പിന്നെ രാവിലെ അതുപോലെ തിന്നലില്ല, ഒന്നുമില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുള്ളൂ. എനിക്ക് ഇന്നലെ നല്ലപോലെ ഒന്ന് ഉറങ്ങണം ഒക്കെ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കഴിഞ്ഞിട്ട് ഇവൾക്ക് സിവിൽ സർവീസ് ലക്ഷ്യം വെച്ചിട്ട് പഠിക്കണം മോളാണ്. അതിന് ട്രെയിനിങ് ഉണ്ട്. അത് തിരുവനന്തപുരം ലീഡ് IAS എന്ന് പറഞ്ഞാൽ കോച്ചിങ് സെൻറ്ററിൽ ഓൺലൈനായിട്ട് ക്ലാസ് നടക്കുന്നുണ്ട്. ഇതിന് എന്താ വെച്ചാൽ ഒന്നും കൂടെ എക്സാം എഴുതാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പരാതി കൊടുത്തിട്ടുള്ളത്. എനിക്ക് നീതി കിട്ടുമോ സാർ? ഫുൾ A+. പക്ഷേ ഡിഗ്രി കിട്ടണമെങ്കിൽ തന്നെ നല്ല മാർക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. SSLCക്ക് ഫുൾ A+, +1 ഫുൾ A+, ഇനി +2 ഫുൾ A+. അവൾ പറഞ്ഞത് +1 കൂടുതൽ മാർക്ക് മേടിക്കണം എന്നാലും എനിക്ക് ഡിഗ്രി, അതും ഇവിടെ നിന്ന് പഠിക്കാനല്ലോ അവൾക്ക് ഇഷ്ടം. ഡൽഹി കേന്ദ്രമായിട്ട് അവിടെ CUT എക്സാം എഴുതണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന മോളാണ്. ഇവിടുത്തെ അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കണം. അവൾ പറഞ്ഞത് ഇന്നലെ എന്നിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ മോളെ കണക്ക് കൂട്ടുകയാണ്, എത്ര മാർക്ക് കിട്ടും എന്നുള്ളത്, സ്കോർ എത്രയായി എന്നുള്ളതൊക്കെ നോക്കുകയാണ്. ഫുൾ A+ കിട്ടുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട്